The best bacon wrapped prawn I ever had. Reggie order ചെയ്തതാണ് beef Wellington. Shadowbrook has been known for romance in dining since the beginning. In this restaurant, the dress code is a must. As I said in the beginning of the video, this place is known for romance. Hi everyone. ഇന്ന് ക്രിസ്മസിൻ്റെ ഒരു ദിവസം മുമ്പുള്ള ദിവസമാണ്. അപ്പോൾ 24th നമ്മളൊരു ലഞ്ച് ബുക്ക് ചെയ്തിട്ടുണ്ട് സാന്റാക്രോസിൽ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാനും രജിയും കൂടി പോവുകയാണ്. ഇവിടെ നമ്മൾ റിസർവേഷൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ലഞ്ചിന് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം. This is Shadowbrook restaurant in Santa Cruz. Yellow car is a Shadowbrook restaurant shuttle service. It's beautifully decorated with Christmas tree. This restaurant is founded in 1947. Shadowbrook has been known for romance in dining since the beginning. This is the entrance and there is a waiting area. From the left, there is a walkway down to the restaurant. From the right, vintage cable car. In this restaurant, the dress code is a must. You can't wear tattered jeans, flip-flops or beach wear. Go. Come on, go. We're not going down. Do I have a button? Oh, down. Sorry. This vintage cable car experience was awesome. The inside of the restaurant was fully decorated with Christmas theme. Visually, it was a treat. Starter ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ബേക്കൺ റാപ്പ് പ്രോൺ ആയിരുന്നു. ദ ബെസ്റ്റ് ബേക്കൺ റാപ്പ് പ്രോൺ ഐ എവർ ഹാഡ്. ഇപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്കത് കാണുമ്പോൾ എനിക്ക് വായിൽ വെള്ളം വരും. അത്ര ടേസ്റ്റി ആയിരുന്നു അതിൻ്റെ സോസും. മെയിൻ കോഴ്സിന് നമ്മൾ ഓർഡർ ചെയ്തിരുന്നത് ഹോളിഡേ സ്പെഷ്യാലിറ്റീസ് ആയിരുന്ന സ്ലോ ബേക്ക് ഹാമും ബീഫ് വെല്ലിങ്ടണുമാണ്. അതിൽ സ്ലോ ബേക്ക് ഹാം ഞാൻ കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിന് അത്ര വലിയ ഒരുപാട് സോസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്രയും അങ്ങോട്ട് ഇഷ്ടമായില്ല. രജി ഓർഡർ ചെയ്തതാണ് ബീഫ് വെല്ലിങ്ടൺ. കുറച്ച് ഹാം കഴിച്ചിട്ട് ഞാൻ പിന്നെ പ്ലേറ്റ് അങ്ങ് എക്സ്ചേഞ്ച് ചെയ്തു. അപ്പോൾ എനിക്ക് ബീഫിൻ്റെ ടേസ്റ്റ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ പൊട്ടറ്റോയുടെ എന്തോ ഒരു ഡിഷാണ്, അത് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് ദെൻ വെജിറ്റബിൾ ആ ക്യാരറ്റിനെ കുറിച്ചാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. അത് ആ സോസും കൂട്ടിയിട്ട് അത് കുറച്ച് സ്റ്റീം ചെയ്തെടുത്താന്ന് തോന്നുന്നു. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. ക്യാരറ്റ് നമ്മൾ സാലഡായിട്ട് കഴിക്കുമ്പോൾ അത്രയും ഒരു ടേസ്റ്റി ആയിട്ട് ഇന്ന് വരെ ഞാൻ കഴിച്ചിട്ടില്ല. ഡെസേർട്ട് നമ്മൾ ഓർഡർ ചെയ്തതാണ്. ഇത് ഒരു ബ്രെഡ് പുഡിംഗ് ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മളുടെ ഒരു രസമലായി ഒക്കെ കഴിക്കണം മാറ്റി ഒരു ടേസ്റ്റും ബ്രെഡും ആ ഒരു വൈറ്റ് സോസും പിന്നെ റൈറ്റ് സൈഡിൽ ഒരു ക്രീമൊക്കെ ഉണ്ട്. എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. As I said in the beginning of the video, this place is known for romance. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ പുറകിലുള്ള ഒരു ക്രീക്കാണ് കേട്ടോ. അങ്ങോട്ടേക്ക് സ്റ്റെപ്പ് ഇറങ്ങി പോകണം. അവിടെയും ഡൈനിങ് ഒക്കെ ഉണ്ട്. ഡ്യൂറിങ് സമ്മർ ടൈമിലൊക്കെയാണ് നമുക്ക് അവിടെ ഇരുന്നോട്ട് നന്നായിട്ട് ഡൈനിങ് ചെയ്യാൻ പറ്റും. ഇന്നിപ്പം വിൻ്ററും മഴയൊക്കെ ആയതുകൊണ്ട് അത്രയും അവിടെയൊക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അവിടെയൊക്കെ പോയി നടക്കാനും അവിടെ നിന്ന് ഫോട്ടോസ് എടുക്കാനും ഒക്കെ നല്ല അടിപൊളിയാണ്. ഇപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. How was the lunch? Did you like it? Yes.